പള്ളിത്തിരു മേഖലയിൽ ദേശവ്യാപകമായി ലഹരി വിരുദ്ധ പ്രകടനങ്ങളും പലരും പറയുന്നുണ്ടെങ്കിൽ തന്നെയും യാഥാർത്ഥ്യമാക്കാനോ ആ ഭാഗത്തുള്ള ആൾക്കാരെ രക്ഷിക്കാനോ ആരും തയ്യാറാകുന്നില്ല. ഇവിടുത്തെ യുവാക്കളും ചെറുപ്പക്കാരും അവരുടെ ജീവിതം കഴിഞ്ഞതിന് ശേഷം അവർക്ക് മറ്റ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാതെ അവരിവിടുത്തെ ആൾക്കാരെ പരിരക്ഷിക്കാനും സംരക്ഷിക്കാൻ വേണ്ടി, യുവാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ സമയം, നല്ല സമയം, അവരുടെ ഇന്ധനവും അവരുടെ പൈസയും ഇത് ചെയ്തുകൊണ്ട് അവർ ഈ ഭാഗങ്ങൾ കംപ്ലീറ്റും പരിരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മളെ അനസ്, അതുപോലെ ഷാവുൽ അമീദ്. അപ്പോൾ ഇവരുടെ അഭിപ്രായം ആരാ? എന്താണ് നിങ്ങൾ ഇതിൻ്റെ ഈ തുടക്കം പറ? നമ്മുടെ ഈ പള്ളിത്തെരുവ് പ്രദേശത്ത്, ഈ പുത്തൻപള്ളിയുമായിട്ട് ബന്ധപ്പെടുന്ന ഈ പള്ളിത്തെരുവ് പ്രദേശത്ത് ഏകദേശം ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമായ സാഹചര്യത്തിലാണ് റെസിഡൻസ് അസോസിയേഷൻ്റെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇവിടെ ലഹരി വിരുദ്ധ ഒരു കൂട്ടായ്മ സ്വരൂപിക്കുന്നത്. അപ്പോൾ നിലവിൽ രാത്രിയെന്നില്ല പകലെന്നില്ലാത്ത അവസ്ഥയിൽ ഇവിടെയുള്ള ചെറുപ്പക്കാരന്മാർ, ഒരുപാട് ചെറുപ്പക്കാരെ മോശമായ അവസ്ഥയിൽ കൊണ്ടുപോകുന്ന വിധം ഇവിടെ ലഹരിയുടെ ഉൽപ്പന്നങ്ങൾ ഭയങ്കരമായിട്ട് വിൽപ്പനയും അതുപോലെ ഉപയോഗവും വർദ്ധിച്ചു വരികയായിരുന്നു. ആ സാഹചര്യത്തിൽ ഏകദേശം നമ്മുടെ നാട്ടിലുള്ള 150ഓളം ചെറുപ്പക്കാർ ഏകദേശം ഒരു 120ഓളം ദിവസങ്ങളായിട്ടുണ്ട്. 120ഓളം ദിവസം കൊണ്ട് രാത്രി 11 മണി മുതൽ ഏകദേശം 12, 1, 2 മണി വരെ നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും നമ്മുടെ പ്രദേശത്ത് ഇല്ലായ്മ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ദിവസവും നമ്മുടെ സ്വന്തം കീശയിൽ നിന്നും പെട്രോളും സമയവും കണ്ടെത്തിയാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യുവാക്കളെ പരിരക്ഷിക്കാൻ വേണ്ടി അവർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിരവധി അവർ രാത്രി അവർക്ക് ഉറക്കമില്ല. ഇവിടെ ആരെങ്കിലും ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ മേഖലയിൽ പോയിട്ട് എന്താണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ വളർന്നു വരുന്ന ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന യുവാക്കൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രായത്തെയോ അവരുടെ മറ്റ് എന്തെങ്കിലും ഒരു ഇതും കൊടുക്കാതെ അവരെ തെറി പറയുന്നതും അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു ന്യൂ ജനറേഷനാണ് നമുക്ക് മുന്നിലുള്ളത്. ഇവർ ലഹരി ഉപയോഗിച്ചിട്ടാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതിനെ നിങ്ങൾക്ക് വീടെന്താ ഇപ്പോൾ നിലവിൽ ഞങ്ങൾ ഏകദേശം ഈ 120 ദിവസം കൊണ്ട് നമ്മുടെ പരിശ്രമം കാരണം ഇപ്പം നമ്മുടെ പ്രദേശത്ത് നിന്നും ഈ സംവിധാനം അപ്പാടെ 90% പേരും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള വ്യാപനവും കച്ചവടം ഇവിടെ പ്രദേശത്ത് നിന്ന് ഒഴിവായിട്ടുണ്ട്. ഇപ്പം ഇവിടെ കച്ചവടമൊന്നുമില്ല, പക്ഷേ ഉപയോഗിക്കുന്നവരുണ്ടാകാം, ഞങ്ങൾ കാണാറില്ല. പക്ഷെ ഞങ്ങൾ അവർക്ക് എന്തെങ്കിലും ചികിത്സാ സംവിധാനം വേണമെങ്കിൽ അതുൾപ്പെടെ ചെയ്തുകൊണ്ടാണ് ഇതിനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൂന്തറ പുത്തൻപള്ളി മുസ്ലിം ജമാഅത്താണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പം സത്യസത്യമായി തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ. ഇപ്പോൾ ഇത് അനസ് ഇവിടുത്തെ പൊതുപ്രവർത്തനമാണല്ലോ ഈ മേഖലയിൽ. ഇത് മറ്റുള്ള പിന്നെ ഈ സംസ്ഥാനത്തിനല്ല, നിരവധി സ്ഥലങ്ങളിൽ ഇത് മാതൃകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആരും ഇത്തരത്തിലുള്ള പിന്നെ ആരെ പരിരക്ഷിക്കണം, എല്ലാവരും സ്വന്തം കാര്യങ്ങൾ നോക്കുന്ന ഈ കാലഘട്ടത്തിൽ പിന്നെ മറ്റുള്ളവരെ പരിരക്ഷിക്കണം, അവർക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഇത് വെച്ചിട്ടാണ് ഇവിടുത്തെ യുവാക്കൾ തന്നെ ഇതിനായിട്ട് ഇറങ്ങിവിടുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ഗൗരവമുള്ളൊരു സാഹചര്യം നിന്ന സമയത്താണ് ഇതിന് രൂപം കൊണ്ടത്. ഈ ആറ്റരികത്ത് സംഘമായി നമ്മുടെ നാട്ടിൽ നിന്നും പുറത്തുള്ള ഒരു പരിചയമില്ലാത്ത നാട്ടുകാർക്ക് 10, 50, 60 കൊല്ലം ഇവിടെ താമസിച്ച് വളർന്നു വന്ന 70, 80 വയസ്സായ കാരണവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പുതിയ പുതിയ പയ്യന്മാരാണ് ഈ ആറ്റരികത സംഘമായി നിന്നത്. അവരെ അസഭ്യം പറയുന്ന ഒരു അപ്പോൾ അവിടെ ഈ സ്ത്രീകള് ട്യൂഷന് വരുന്ന കുട്ടികളുമായി കൊണ്ടുവന്ന സമയത്ത് ഇവരിങ്ങനെ മയക്കുമരുന്ന് MDMA ഉപയോഗിച്ച് അതിൻ്റെ ആ പ്രസരിപ്പിൽ ആ ലഹരിയിൽ കടന്നു പിടിക്കുമ്പോഴും ഈ കുട്ടിയെ കൊണ്ട് ഓടി ഈ ഉമ്മ മൂത്രമൊഴിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. എത്രയോ പെൺകുട്ടികൾക്ക് ട്യൂഷൻ നിർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിഗൗരവമായ ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മുടെ ഈ പള്ളിത്തെരുവ് ലഹരി വിരുദ്ധ സമിതി ഉണ്ടാക്കുകയും റെസിഡൻസ് ഭാരവാഹികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗംഭീരമായ ഒരു പ്രകടനം, നല്ല രീതിയിൽ ആളുകളെ ഒന്ന് ഉദ്ധരിച്ചുകൊണ്ട്, അതിൽ എന്നെപ്പോലെ രാഷ്ട്രീയ പ്രവർത്തകർക്കൊന്നും നമുക്കിതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ ബേസൊന്നും ചെയ്യാൻ പറ്റൂല. ഞങ്ങൾ നിസ്സഹായരായി നിൽക്കേണ്ട സാഹചര്യമാണ്. അപ്പോഴാണ് രാഷ്ട്രീയ പാർട്ടിക്ക് അകത്തുള്ള ചില ആളുകളുണ്ടല്ലോ, നമ്മളെപ്പോലെ ആളുകൾ ഇതിൻ്റെ ആരെങ്കിലും മുൻകൈ എടുത്താൽ കൂടെ നിൽക്കാമെന്നത്. ഇതിൻ്റെ അംഗമായി ഭാഗമായി എന്നെപ്പോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ചരിത്രത്തിലാദ്യമായി രാഷ്ട്രീയത്തിൻ്റെ എല്ലാ പ്രസരിപ്പും മാറ്റിമറിച്ചുകൊണ്ട് ഈ ജനകീയ കൂട്ടായ്മയുടെ പള്ളിത്തെരുവ് ലഹരി വിരുദ്ധ സമിതിയോടൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങൾ അവർ പറയുന്നതനുസരിച്ച് പോവുകയാണ്. ലഹരി വിരുദ്ധ സമിതി എന്താണോ നിർദ്ദേശം തരുന്നത് ആ നിർദ്ദേശത്തിന് ഒരു അംഗത്തെ പോലെ വർക്ക് ചെയ്യണം. ഞാൻ നോക്കിയപ്പോൾ നമുക്കൊരു രാഷ്ട്രീയ പാർട്ടി മുൻകൈ എടുത്താൽ ഇത്രയും ഭംഗിയായി നിറവേറ്റാൻ പറ്റൂല, 100% പറ്റൂല. എല്ലാവർക്കും അവരവരെ രാഷ്ട്രീയ പാർട്ടിയില്ലാത്ത ആളുണ്ടാവും. പക്ഷേ ഈ ലഹരി വിരുദ്ധ കൂട്ടായ്മ നിന്നപ്പോൾ എനിക്കൊരു വേറിട്ട അനുഭവമാണ്. ഇവിടെ ഈ സമയത്തൊക്കെ നിരന്തരമായി
18-നും 17-നും 16-നും പെൺകുട്ടികൾ പോലും MDMA ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ ലഹരി കൂട്ടായ്മ. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ജമാഅത്ത് ഇതിനെ ഏറ്റെടുക്കുകയും നമ്മളെപ്പോലെ ആളുകൾ ഒരു പാർട്ടിയുടെ വലിയ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ പോലും ഇതിനകത്തൊരു സാധാരണ മെമ്പറാണ് അവർ പറയുന്ന നിർദ്ദേശം. അവർ പറയുന്ന അതിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൃത്യമായ നിയമത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് ആളുകളെ ഉപദേശിക്കുക, പയ്യന്മാരെ അതിനെ മാറ്റുക എന്നതാണ്. ആരെ അക്രമ സ്വാധീനത്തില്ല, ഒരു തരത്തിലും ചീത്ത വിളിയോ ഒന്നുമില്ല. വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ആളുകളെ ഉപദേശിച്ച് ഈ മാരക വിപത്തിൽ നിന്നും മാറ്റിയെടുക്കലാണ് കൂട്ടായ്മയുടെ ഭാഗം. ജാതി മത വർഗ വർണ്ണ വിവേചനമില്ലാതെ യുവാക്കളെ പരിരക്ഷിക്കുക, മനുഷ്യരെ പരിരക്ഷിക്കുക. അതാണ് പ്രത്യേകിച്ചും ഈ ന്യൂ ജനറേഷൻ വരുന്നവർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇതിൽ അകപ്പെട്ട് മാതാപിതാക്കൾക്ക് ആത്മഹത്യ ചെയ്യുകയും അതുപോലെ തന്നെ വളരെയധികം മാനസിക പീഡനമായിട്ട് അവർ ജീവശവമായി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും ഈ ഇപ്പോൾ സംസാരിച്ചവരും ഇതിന് കൂടിയ എല്ലാവരും ഇതിന് മാതൃകയാണ്. അവരുടെ ഉദ്യമത്തിന് പിന്നെ അവരുടെ വിജയത്തിന് വേണ്ടി ഇത് വീഡിയോ കാണുന്ന ലഹരി വിരുദ്ധ ഉദ്യമത്തിന് പിന്നെ പൂന്ത്ര പോലീസ് സ്റ്റേഷൻ അറിയപ്പെടുന്നൊരു സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ അറിയപ്പെടുന്നൊരു പോലീസ് സ്റ്റേഷനാണ്. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ബന്ധപ്പെട്ട ഇവിടുത്തെ ഈ പിന്നെ ജനപ്രതിനിധികളല്ലേ അധികാരികളുമൊക്കെ പരിപൂർണ്ണ സപ്പോർട്ട് വരുന്നതാണ്. ആണോ അല്ലേ? പൂന്തറ പോലീസ് സ്റ്റേഷൻ അവർക്കപ്പുറമായിട്ട് നമ്മുടെ രക്ഷാധികാരി, നമ്മുടെ പൂന്തറ പുത്തൻപള്ളി വാർഡ് കൗൺസിലറായ എസ് സലീം, അവരും ഇതിനുവേണ്ടി ഞങ്ങൾക്ക് നല്ലൊരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അതിലുപരിയായിട്ട് പൂന്തറ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ ഞങ്ങൾ തന്നെ ഏകദേശം 2.56 ഗ്രാം MDMA ഞങ്ങളുടെ അറിവിൽ ഞങ്ങൾ പിടിച്ചു കൊടുത്തു. അല്ല കഞ്ചാവ് ഞങ്ങൾ വിവിധ 1-2 വർഷം ഞങ്ങൾ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ. മനസ്സിലായി. അങ്ങനെ ഒരുപാട് പോലീസിന്റെ ഭാഗത്തു നിന്നാലും അതായത് കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് നമുക്ക്. ഈ ഇറക്കത്തിന് ശേഷം ഒരു പരിധിയുള്ള ഇത് അടങ്ങിയിട്ടുണ്ടല്ലേ? 90% ഞങ്ങളുടെ പ്രദേശത്തു നിന്നും ഇതിന്റെ വിൽപ്പന 90% ഒഴിവായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് പരിസമാപ്തി ഉണ്ടാകുന്നവരെ പോലീസിൻ്റെ സപ്പോർട്ട് അവർ കൊടുക്കുകയും ഈ പ്രദേശത്തോ ഈ മറ്റ് അനുബന്ധ പ്രദേശങ്ങളിലുള്ള ലഹരി ഉപയോഗം പരിപൂർണമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ നിയമപാലകരുടെ സഹായം